ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിലെ ഭൗതികാവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ അനുമതി. മരിച്ചവരുടെയും ചാവന്റെയും ഭൗതികാവശിഷ്ടങ്ങൾ സംസ്കരിക്കാനാണ് ഡൽഹി പട്യാല ഹൗസ് കോടതി അനുമതി നൽകിയത്. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായിട്ടുണ്ട്. വിഷ്ണു, പറയൂ. 2025 നവംബർ 10 നടന്ന സ്ഫോടനത്തിന് ശേഷം മറ്റ് പരിശോധനകൾക്കും അന്വേഷണത്തിന്റെയും ഭാഗമായി ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഇവയുടെ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയായെന്നും ഭൗതികാവശിഷ്ടങ്ങൾ അഴുകി തുടങ്ങിയെന്നും NIA കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡൽഹി പട്യാല കോടതി മരിച്ചവരുടെയും ചാവേറിന്റെയും ഭൗതികാവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്. രാജ്യത്ത് തന്നെ ഞെട്ടിച്ച ഒന്നായിരുന്നു ഡൽഹി ചെങ്കോട്ടയ്ക്ക് മുൻപിലുണ്ടായ സ്ഫോടനം. അത്തരത്തിലുണ്ടായ ഒരു സ്ഫോടനത്തിന് ശേഷം പിന്നീട് നിരവധി തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭൗതികാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പരിശോധന നടത്തിയതിൽ നിന്ന് കണ്ടെത്തുകയും അത് കൂടുതൽ സ്ഥിരീകരണത്തിനെല്ലാം സാധിക്കുകയും ചെയ്തിരുന്നു. ഈ ഭീകരവാദ സംഘടനകളുടെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ ഈ മരിച്ച ഭീകരനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും എല്ലാം നൽകിയത് ഇത്തരത്തിൽ നടത്തിയ പരിശോധനകളിൽ നിന്നാണ്. എന്തായാലും ഇപ്പോൾ ആ മൃതദേഹാവശിഷ്ടങ്ങൾ പൂർണ്ണ മതപരമായ ചടങ്ങുകളോടെയും പൂർണ്ണ ആദരവോടെയും സംസ്കരിക്കാനാണ് ഇപ്പോൾ ഡൽഹി പട്യാല ഹൗസ് കോടതി അനുമതി നൽകിയിട്ടുള്ളത്.